എല്ലാവർക്കും സ്നേഹത്തോടെ ഇന്ന് ഒരു ബേൽപൂരി ആവാം അല്ലേ. മഴക്കാല റെസിപ്പീസ് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊരു ബെസ്റ്റ് മൺസൂൺ സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. എന്താ പറയുക, നമുക്ക് മഴ പെയ്യുമ്പോൾ ഇങ്ങനെ കറുമുറ കടിക്കാനൊക്കെ തോന്നുമല്ലോ. അങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ബേൽപൂരി. ഇത് ഞാൻ ഹൽദിറാമിൻ്റെയാണ് ഒരു പാക്ക് മേടിച്ചതാണ്. അതിലെല്ലാം കൂടി മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. റൈസ് നമുക്ക് വറുത്തെടുക്കാം, പിന്നെ നട്ട്സ് ചേർക്കാം. പിന്നെ വേണ്ടത് നമുക്ക് പുളിയുടെ സ്പൈസി ചട്നി, പിന്നെ ഗ്രീൻ ചട്നി. ഇതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. കുറച്ച് സേവ്, കുറച്ച് പപ്പഡ്, പിന്നെ 3 ചട്നി ഉണ്ട് അതിൽ. പക്ഷെ ഞാൻ പുളിയുടെ മാത്രമേ ചേർത്തുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് പച്ചക്കറികൾ എന്തൊക്കെയാണ് ഉള്ളത് വെച്ചാൽ ഞാൻ ഓണിയനും ഒരു മാംഗോ അതും ചേർത്തു. ഇതിനോട് നല്ല ചേർച്ചയാണ്. പിന്നെ നമുക്ക് നമ്മുടെ കയ്യിൽ ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഈവനിങ്ങിൽ നല്ല രസമാണ്. ഇത് മഴയും പെയ്യുമ്പോൾ നമുക്ക് ഒരു പാക്കറ്റ് മേടിച്ചാൽ ഒരു 4 പേർക്ക് കഴിക്കാം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പൊരിയൊന്ന് വറുക്കുക, കടല എടുക്കുക, എല്ലാ പച്ചക്കറികളും മിക്സ് ചെയ്യുക, പുളിയുടെ ചട്നി ഉണ്ടാക്കുക, പുതിനയില ചട്നി ഉണ്ടാക്കുക, എല്ലാം മിക്സ് ചെയ്ത് നമുക്ക് പറ്റാവുന്ന പച്ചക്കറിയൊക്കെ ചേർത്ത് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു സ്ട്രീറ്റ് ഫുഡാണത്. അപ്പോൾ സ്ട്രീറ്റിൽ നിന്ന് ആരും കഷ്ടപ്പെടേണ്ട കേട്ടോ. വളരെ എളുപ്പത്തിൽ ഈസിയായി ഉണ്ടാക്കാവുന്ന ഒരു പോപ്പുലർ സ്നാക്സാണ് കേട്ടോ ഇത്. മുംബൈ സ്ട്രീറ്റിലെ ഉള്ള ഫുഡാണ് ബേൽപൂരി. നല്ല ടേസ്റ്റുമാണ്. നമുക്ക് എന്താ പറയുക, ഇങ്ങനെ ഒരു ഇത് കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറൊക്കെ ഫുള്ളാവും. അപ്പോൾ മഴക്കാലത്ത് ഇങ്ങനത്തെ സ്നാക്സൊക്കെ കഴിക്കാനാവുമല്ലോ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഇനി മഴക്കാല റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സമയം കിട്ടുകയാണെങ്കിൽ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ വളരെ ഉപകാരം. അപ്പോൾ മഴക്കാലത്ത് പറ്റിയിട്ടുള്ള റെസിപ്പീസ് ആവട്ടെ ഇനി അല്ലേ. രസവും പിന്നെ ഇതേപോലെയുള്ള സ്നാക്സും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. വെളിച്ചം പരത്താം കനിവോടെ കാണാം ഓരോ ജീവനും